മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു പാർട്ടാണ്, ഒരു സബ്ജക്റ്റാണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇൻകം ടാക്സ് സംബന്ധിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ്. ഇൻകം ടാക്സ്, അതായത് അതിൻ്റെ ഷെഡ്യൂൾ, ഏതൊക്കെ പ്രോപ്പർട്ടീസിലേക്ക് പ്രൊഫഷണലി ടാക്സ് പോകുന്നത്, നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസിന് ടാക്സ് പോകുന്നത്, അങ്ങനെ നമ്മൾ പ്രോപ്പർട്ടീസ്, ദെൻ എന്താ പറയുക, ഓരോ വ്യക്തികളുടെ പ്രോപ്പർട്ടീസ് ഇൻകം ടാക്സിലേക്ക്, നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ടാക്സ്, സാലറീസ്, അല്ലേ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ഒഫീഷ്യലി പറയുകയാണെങ്കിൽ എന്താണ്? സാലറി ബേസ്ഡ് ഇൻകം ആൻഡ് ഹൗസ് പ്രോപ്പർട്ടി ബേസ്ഡ് ഇൻകം നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ബിസിനസ് പ്രോഫിറ്റ്, അല്ലേ, അതെങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതൊക്കെ ഇൻകം ടാക്സ് മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ക്യാപിറ്റൽ ഗെയിൻ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ? ഗെയിൻ മീൻസ് നമുക്കറിയാം, ഗെയിൻ എന്നുള്ള ഒരു വേർഡിൻ്റെ അർത്ഥം ലഭിക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ടെക്നിക്കലി ഈ ഒരു പാർട്ടാണ്. നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടുക, അല്ലെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ബേസ്ഡ് ഗെയിൻ എന്ന് പറയാം. പ്രോഫിറ്റ് ബേസ്ഡ് കിട്ടുന്ന ലാഭം, അല്ലെങ്കിൽ ബിസിനസ് ബേസ് കിട്ടുന്ന പ്രോഫിറ്റ് എന്നൊക്കെ പറയാം, ഗെയിൻ എന്ന വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ പഠിക്കാനുണ്ട്, കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് പഠിക്കാനുണ്ട്, സെൽഫ് ജനറേറ്റഡ് അസറ്റ്സ് പഠിക്കാനുണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് ടേം ഗെയിൻസ് ആൻഡ് ലോങ് ടേം ഗെയിൻസ്. അതായത് ഷോർട്ട് ടേം ഗെയിൻസിൻ്റെ ഡിഫറൻസും ലോങ് ടേം ഗെയിൻസും എങ്ങനെയാണ് അതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഇതിൽ കുറേ ടേബിൾ ചാർട്ടുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, ജസ്റ്റ് മിസ് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം, അല്ലേ. അപ്പോൾ നമ്മൾ അറിയാലോ, നമുക്ക് ഇൻകം ടാക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ആക്ട് 1961 നിങ്ങൾ മറന്നു പോകരുത്. അതിൽ ഓരോ സെക്ഷനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പടിപടിയായി നമ്മൾ ഓരോന്നോരോന്ന് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓരോ സെക്ഷൻ 13, 16, അതായത് 1961 ഫിനാൻഷ്യൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം സെക്ഷൻ 13 ടു സെക്ഷൻ 14, 15, 16, 7 അങ്ങനെ 33, 43 ഓരോ സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അല്ലെ. ഇൻകം ടാക്സ് ബേസ് എങ്ങനെയാണ് നമ്മൾ ഇന്ത്യയിലുള്ള നമ്മുടെ സിറ്റിസൺഷിപ്പിലെ സിറ്റിസണിൽ എങ്ങനെയാണ് നമ്മൾ അവരുടെ പ്രോപ്പർട്ടീസിനുള്ള ടാക്സ്, ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ അവരെങ്ങനെയാണ് അവരെ പ്രോപ്പർട്ടി ടാക്സ് പേയ്മെൻ്റ് ആണോ, പേബിൾ ആണോ, ചാർജബിൾ അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ജസ്റ്റ് എന്താണ് ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ നമുക്ക് നോക്കാം. എന്താണ്? Then cost, acquisition and improvement of gains. Objectives. After studying this unit, you should be able to explain the meaning of term of capital gains. ഇതിൽ എന്തൊക്കെയാണ് term? അത് capital gains ന്റെ ടേമിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. List the capital gains exempt from tax. അതായത് ലിസ്റ്റ് ദ ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ടാക്സിൽ നിന്ന് എക്സെപ്റ്റ് ചെയ്ത്, അത് ഒഴികെ ക്യാപിറ്റൽ ഗെയിൻസിൽ നമ്മുടെ ടാക്സിൽ ഉൾപ്പെടാത്ത എന്തൊക്കെ സംഭവങ്ങളാണ്, അതിൻ്റെ ലിസ്റ്റ് എന്താണ്. ഡിസ്കസ് ദ ഡിഡക്ഷൻ അലൗഡ് ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ, നമ്മൾ ഇത് പറഞ്ഞത്, അല്ലേ. നെക്സ്റ്റ്, കമ്പ്യൂട്ട് ദ ഇൻകം ചാർജബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അതായത് ഒബ്ജക്റ്റീവ്സ് ആണ് മിസ് വായിച്ചത്. നെക്സ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. Capital gains is separate head of income and income arising out of sale and transfer of a capital asset from charge to tax under this head. Okay, എന്താണ് ക്യാപിറ്റൽ ഗെയിൻസ്? ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻ, മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് മിസ് ഇപ്പോൾ പറഞ്ഞത്, അല്ലേ. മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്, അല്ലേ. എന്താണ് മീനിങ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻസ് ഇസ് എ സെപ്പറേറ്റ് ഹെഡ് ഓഫ് ഇൻകം. ഇറ്റ്സ് എ സെപ്പറേറ്റ് ഹെഡ് ഓഫ് ഇൻകം. ഓക്കെ, ഇറ്റ്സ് എ സെപ്പറേറ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ്. സെപ്പറേറ്റ് ഹെഡ് ഓഫ് ഇൻകം. അത് അപ്പോസ്റ്റപ്പി എസ് മിസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഡെഫിനേഷൻ, സെപ്പറേറ്റ് ഹെഡ് ഓഫ് ഇൻകം. അതായത് നമ്മൾ ഇൻകത്തിൽ നിന്ന് എക്സ്ട്രാ കിട്ടുന്ന നമ്മളെ വരുമാനമാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതിൽ പിന്നെ പറയുന്നത് എന്താ, ഇൻട്രൊഡക്ഷനിൽ വായിച്ചുതരാം മിസ്. The arising of sale and transfer of capital assets are to tax under this head. In this unit, you will be meaning of capital gains items included as capital gains. Capital gains except from tax and deduction allowed from capital. You will also study how the taxable income from capital gains in computer. Meaning of next meaning introduction ആണ് മിസ് വായിച്ചത്. കറക്റ്റ് മീനിങ് വേറെ കൊടുത്തിട്ടുണ്ട്. Any profit your or gains arising in this transfer as a capital assets affected in the previous year shall be chargeable to income tax under head capital gains. ഓക്കെ, അപ്പോൾ കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിസ് ജസ്റ്റ് അത് മലയാളത്തിൽ മിസ് വിശദമായി പറയാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് നമ്മൾ കരുതുക. അയാൾ ആ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. അയാൾക്ക് ഒരു പക്ഷെ ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് 2 ബിൽഡിങ്ങും കുറച്ച് വസ്തു, അതായത് മീൻസ് ലാൻഡും ബിൽഡിങ്ങും അയാൾ ഒരുമിച്ച് വിൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അത് ഏകദേശം 2014 എടുക്കാം. നമുക്ക് ഈ 2014 അയാൾ വിൽക്കാൻ വെച്ചിട്ട് 2020 അദ്ദേഹം വിറ്റ് പോകുന്നത്. ഓക്കെ, 2014 10 ലക്ഷത്തിന് വാങ്ങിയ അദ്ദേഹം 2020 ആയപ്പോഴേക്കും ഏകദേശം ഒരു 25 ലക്ഷത്തിന് അല്ലേ, 25 ലക്ഷത്തിന് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു 10 ലക്ഷത്തോളം ലാഭം കിട്ടുന്നു. എങ്ങനെ നോക്കിയാലും അദ്ദേഹം ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആ ലാൻഡും ബിൽഡിങ്ങും ഒരുമിച്ച് വിൽക്കുമ്പോൾ ഒരു 10-15 ലക്ഷം, നമ്മൾ ഏകദേശം ഒരു 15 ലക്ഷം നമ്മൾ ഊഹിക്കാം, എക്സാമ്പിൾ എടുക്കാം. 15 ലക്ഷം അദ്ദേഹത്തിന് ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് ഗവൺമെന്റിന് എന്തായാലും ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭം എത്രയാണ്? 15 ലക്ഷം ലാഭമാണ്. അദ്ദേഹം വാങ്ങിയതിനേക്കാളും 15 ലക്ഷം ലാഭത്തിനാണ് അദ്ദേഹം പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പ്രോപ്പർട്ടി വിൽക്കുന്നത്. അതുകൊണ്ട് ഓൾറെഡി അദ്ദേഹം നല്ല പ്രോഫിറ്റ് കിട്ടി നമുക്ക് ഉറപ്പിക്കാം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ എന്താണ് ആ ഒരു അസിസി ഗവൺമെന്റിലേക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ ടാക്സ്? യെസ്, നിർബന്ധമായും ഗവൺമെന്റിലേക്ക് അവരെന്ത് കൊടുക്കണം? ഒരു ടാക്സ് പേ ചെയ്തേ പറ്റും. That is capital gain എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്നൊക്കെ പറയുന്നതിന് എക്സാമ്പിൾ ആണ് മിസ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്, അതായത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ലാഭം കിട്ടുന്നല്ലോ, ആ അസിസിക്ക് ലാഭം കിട്ടുന്നു. ലാഭം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? ലാഭം കിട്ടുമ്പോൾ അദ്ദേഹം ഗവൺമെന്റിലേക്ക് ഓൾറെഡി ആ ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് സെൽഫ് ജനറേറ്റഡ് അസറ്റ്സ്. അതാണ് സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവനവന്റെ പ്രോപ്പർട്ടീസ് അല്ലേ. ഓക്കെ, ഇതിൽ മിസ് ജസ്റ്റ് an above definition can be split up into 3 parts. അതായത് നമ്മുടെ മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഏതൊക്കെയാണ് ദ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന 3 ABC, അതായത് 3 പോയിന്റ് ബേസാണ് കൊടുത്തിരിക്കുക. ഫസ്റ്റ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ അസറ്റ്, അതൊരു സ്വത്തായിരിക്കും, അസറ്റ് ആയിരിക്കും. നെക്സ്റ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ, അതിനെ കൈമാറ്റം ചെയ്യാനുള്ളതായിരിക്കും. നെക്സ്റ്റ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ്, എന്ത് കിട്ടാനായിരിക്കും? ലാഭം കിട്ടാനായിരിക്കും. ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ലഭിക്കുക മീൻസ് ഇവിടെ എന്ത് ലഭിക്കും? പ്രോഫിറ്റ് ലഭിക്കും. ദാറ്റ് ഈസ് ഗെയിൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളും ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്ന ഈ 3 പോയിന്റ്സും കൂടി ഇൻക്ലൂഡഡ് ആവുമ്പോൾ ദാറ്റ് ഈസ് ദ ഡെഫിനേഷൻ ആൻഡ് മീനിങ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മിസ് ജസ്റ്റ് പറഞ്ഞ എക്സാമ്പിളും ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ഡെഫിനേഷൻ വെച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് എന്തായി മാറുന്നത്? സെൽഫ് ജനറേറ്റഡ് അസറ്റും കൺസെപ്റ്റും മീനിങ് ഒക്കെ മിസ് പറഞ്ഞൊരു എക്സാമ്പിളിലുണ്ട് അല്ലേ. കാരണം ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു 10 ലക്ഷത്തിന്റെ ലാൻഡും ബിൽഡിങ്ങും ഒരുമിച്ച് അദ്ദേഹം വാങ്ങുമ്പോൾ 10 ലക്ഷമാണ്, വിൽക്കുമ്പോൾ അതൊരു 20 ലക്ഷത്തിന് വിറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് 10 ലക്ഷമാണ് പ്രോഫിറ്റ് കിട്ടിയത്, ലാഭം കിട്ടിയത്. ഓൾറെഡി അദ്ദേഹം ഗവൺമെന്റിന് ടാക്സ് അടക്കാൻ നിർബന്ധമായും ബാധ്യസ്ഥനാണ്. ആ ഒരു പ്രക്രിയയിൽ, ആ ഒരു സിറ്റുവേഷനിൽ ഉള്ള സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? മിസ് ഇപ്പൊ ടെക്സ്റ്റിൽ വായിച്ച സംഭവം. ആ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മിസ് പറഞ്ഞ എക്സാമ്പിൾ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ അതിലേക്ക് ഇൻക്ലൂഡഡ് ആണ്. ക്യാപിറ്റൽ അസറ്റ്, എന്താണ് ക്യാപിറ്റൽ അസറ്റ്? അദ്ദേഹത്തിന് കയ്യിലുള്ള പ്രോപ്പർട്ടി, ലാൻഡ് വിത്ത് ബിൽഡിംഗ്, ദാറ്റ് ഈസ് പ്രോപ്പർട്ടി അല്ലേ. അദ്ദേഹത്തിന് കയ്യിലുള്ള ഭൂമിയും അതിലുള്ള ബിൽഡിങ്ങും, അതാണ് അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് അല്ല, അദ്ദേഹത്തിന് എന്ത്? അസറ്റ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്വത്ത്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മൂലധനം മീൻസ് അദ്ദേഹത്തിന്റെ സ്വത്ത്, അസറ്റ് ആണ്. ദെൻ നമ്മൾ ആ വ്യക്തിയെ നമ്മൾ അസിസി എന്നാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കൽ വേർഡ് ഉപയോഗിക്കുന്നത്. അസിസിന്റെ കയ്യിൽ നെക്സ്റ്റ് അസിസിന്റെ കയ്യിൽ എന്തുണ്ടാവും? ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. അതെന്ത് ചെയ്യണം? മാറ്റം ചെയ്യണം. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞു വിൽക്കുന്നത് എന്താണ്? കൈമാറ്റം ചെയ്യുന്നത് ഒന്നാണ്.
നെക്സ്റ്റ് വരുന്നത് പ്രോഫിറ്റ് ഓർ ഗെയിൻസ്. അപ്പൊ അവർക്ക് എന്ത് ലഭിക്കും?